നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ കൌൺസിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ബഹളം. BJPയുടെ വിജയം സാധ്യമാകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് മാർക്സിസ്റ്റ് അവിശുദ്ധ സഖ്യത്തിന് നീക്കം നടക്കുന്നുവെന്ന് BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ്. സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘം BMSന്റെ നേതൃത്വത്തിൽ RTO ഓഫീസിന് മുന്നിലേക്ക് ധർണ നടത്തി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ കൌൺസിലിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ബഹളം. കൌൺസിലർമാരായ PV അവറാനും K രവീന്ദ്രനും അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് പിന്നാലെയാണ് ബഹളം. നഗരത്തിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൌൺസിലർമാരായ PV അവറാനും K രവീന്ദ്രനുമാണ് കൌൺസിലിൽ ശ്രദ്ധ ക്ഷണിച്ചത്. ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് PV അവറാൻ ആവശ്യപ്പെട്ടു. പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്ന അവസ്ഥ ഒഴിവാക്കണമെന്ന് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് K രവീന്ദ്രൻ പറഞ്ഞു. തുടർന്ന് ശ്രദ്ധ ക്ഷണിക്കലിൽ ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മേയർ ചർച്ചയ്ക്ക് അനുവാദം നിഷേധിച്ചതോടെയാണ് കൌൺസിൽ ബഹളത്തിൽ മുങ്ങിയത്. പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡ് ഉയർത്തി ബഹളം വെച്ചു. ഇതിനിടയിൽ അജണ്ടകൾ പാസാക്കി കൌൺസിൽ പിരിഞ്ഞു. BJPയുടെ വിജയം സാധ്യമാകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് മാർക്സിസ്റ്റ് അവിശുദ്ധ സഖ്യത്തിന് നീക്കം നടക്കുന്നുവെന്ന് BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ്. പ്രസ് ക്ലബിൽ ചലോ ദില്ലി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെ വിജയം സാധ്യമായ സാഹചര്യത്തിൽ കോൺഗ്രസും CPMഉം അവിശുദ്ധ സഖ്യത്തിനായി ശ്രമിക്കുകയാണെന്ന് BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ് പറഞ്ഞു. പ്രസ് ക്ലബിന്റെ ദില്ലി ചലോ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെ വിജയം ഉറപ്പായ സാഹചര്യത്തിൽ മാർക്സിസ്റ്റ് കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തിനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള BJPയുടെ ആരോപണം സത്യസന്ധവും അടിസ്ഥാനപരവുമാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് VM സുധീരനും പിണറായി വിജയനും നിലപാട് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടത്. കേന്ദ്ര നേതാക്കന്മാർ പറഞ്ഞത് ശരിയാണെന്ന അഭിപ്രായമാണ് KPCC പ്രസിഡന്റിനും CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കും ഉള്ളതെങ്കിൽ ഞങ്ങൾ പറയുന്നത് UDFനും LDFനും സംയുക്ത സ്ഥാനാർത്ഥി മാത്രം മതി. കേരളത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് ഇന്ന് 3 മണി വരെയാണ് പിൻവലിക്കാനുള്ള സമയം. ഇന്ന് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ചർച്ച നടത്തി ഒരു 10 UDF സ്ഥാനാർത്ഥി 10 LDF സ്ഥാനാർത്ഥി അങ്ങനെ സംയുക്ത സ്ഥാനാർത്ഥികളെ 20 മണ്ഡലങ്ങളിൽ നിർത്തി ബാക്കിയുള്ളവരെ പിൻവലിക്കാൻ തയ്യാറാകണം. രാഷ്ട്രീയ സത്യസന്ധത പുലർത്താൻ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും തയ്യാറാകണമെന്നുള്ളതാണ് BJPയുടെ ആവശ്യം. രാഷ്ട്രീയ സത്യസന്ധത പുലർത്താൻ കോൺഗ്രസും CPIയും തയ്യാറാകണം. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി വിരുദ്ധ ചേരി ദുർബലപ്പെടുകയാണ്. അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിന്റെ ദത്തുപുത്രനാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് ഭീകരവാദികളോട് മൃദു സമീപനമാണുള്ളത്. കേരളത്തിൽ താമര വിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും PK കൃഷ്ണദാസ് പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വെർദൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘം BMSന്റെ നേതൃത്വത്തിൽ RTO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോഴിക്കോട് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘം BMSന്റെ നേതൃത്വത്തിൽ RTO ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗംഗാധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അതായത് ഈ ഏപ്രിൽ 1-ാം തീയതി അടക്കേണ്ട നികുതിയിൽ തന്നെ ഈ വർധനവ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലുള്ള മറ്റ് നിയമ നടപടികളും ഈ 1-ാം തീയതി തന്നെ പ്രാബല്യത്തിൽ വരുത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ തിടുക്കപ്പെട്ട് വളരെ കൂടുതൽ തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന ഇത്തരമൊരു നിയമം ഗവൺമെന്റ് കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള തൊഴിലാളികളുടെ പെട്ടെന്നുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ് ഇന്ന് നമ്മുടെ ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായിട്ട് ഒരു
പ്രതിഷേധ ധർണ നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് പ്രേമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പരമേശ്വരൻ, പി ചെക്കോട്ടി, അരവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചീടന്നൂർ പുനത്തിൽ താഴം പ്രദേശത്തെ കനാൽ വെള്ളം നിലച്ചതോടെ കടുത്ത ജലക്ഷാമത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് പ്രദേശത്തെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ. പ്രദേശത്തേക്കുള്ള കനാലിന്റെ വാൽവുകൾ പലയിടങ്ങളിലും തിരിച്ചുവിടുന്നതാണ് ഇവിടുത്തെ ജലമൊഴുക്ക് നിലയ്ക്കാൻ കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ചേളന്നൂർ കൃഷിഭവന് സമീപം പുനത്തിൽ താഴം ഇടവൻകാട്ടിൽ പ്രദേശത്തെ ആയിരക്കണക്കിന് ജനങ്ങളാണ് കടുത്ത കുടിവെള്ളക്ഷാമത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. പ്രദേശത്തെ ഏക ആശ്രയമായ കനാലിൽ വെള്ളം നിലച്ചതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലം ലഭ്യമാകാതെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശത്തെ ജനങ്ങൾ. തീരെ വെള്ളമില്ലാണ്ട് ഞങ്ങൾ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ട് ഇവിടുന്ന് ആടെയും ഇവിടെയും പോയിട്ട് ഞങ്ങൾ കൊണ്ടുവരിക മോനെ. അതാ ഒരു തീരെ വെള്ളമില്ലാണ്ടും ഇങ്ങനെ ആയാൽ ഞങ്ങൾ എങ്ങനെ വെള്ളത്തോണ്ടുള്ള കളി കളിക്കാനാണ്? എല്ലാം കൊണ്ടും വെള്ളം വേണ്ടേ, കുടിക്കാൻ വേണം, കുളിക്കാൻ വേണം, കക്കൂസിലേക്ക് വേണം, ഒന്നുമില്ലായിരുതാ ഞങ്ങളിതാ ചളിയും വെള്ളം ഇന്നലെ 3-4 ആളെ വെച്ചിട്ട് എടുത്തതാ. കനാൽ വെള്ളം ഇല്ലാത്തതിനെ കൊണ്ട് കനാൽ വെള്ളം ഇങ്ങോട്ട് വരണ്ടേ? ഞങ്ങൾക്ക് മാത്രം കനാൽ വെള്ളം ഇല്ലാണ്ട് ഇന്ന് ഈ പ്രാവശ്യം മാത്രം ഇങ്ങനെ ഇല്ലാണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ ഇങ്ങനെ വെള്ളം ഇല്ലാണ്ട് ജീവിക്കാനാകുമോ? ഇന്നൊരു 3-4 ആളെ വെച്ചിട്ടാണ് ഇന്നലെ ഈ പണി അതാ കണ്ടില്ലേ ചെയ്ത പണി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? അതാണ് ഞങ്ങളുടെ അവസ്ഥ. കുറ്റ്യാടിയിൽ നിന്നും പല ഭാഗങ്ങളിലേക്കായി തിരിച്ചുവിടുന്ന ജലമാണ് കനാൽ വഴി ഇത്തരം പ്രദേശങ്ങളിലും ലഭ്യമാവുക. എന്നാൽ പലയിടങ്ങളിലായി സാമൂഹ്യ വിരുദ്ധർ കനാൽ തിരിച്ചുവിടുന്നത് മൂലം തങ്ങളുടെ പ്രദേശത്തേക്കുള്ള ജലമൊഴുക്ക് നിലയ്ക്കുന്നതാണ് ജലക്ഷാമത്തിനും കൃഷിനാശത്തിനും കാരണമാകുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടെപ്പെന്ന് വെച്ചാൽ നമ്മളെ കനാൽ ഭാഗത്തേക്ക് തീരെ വെള്ളം വരുന്നില്ല. പാടശ്ശേരി ഭാഗത്തു നിന്ന് വെള്ളം ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് കിണറിൽ നിന്നും വെള്ളം തീരെ ഇല്ല. എല്ലാ ആളുകളും വെള്ളമില്ലാണ്ട് വളരെ വിഷമിക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ കനാലിൽ ഈ കൃഷിയൊന്നും നടക്കുന്നില്ല. ഇതിൻ്റെ കാരണത്താൽ വെള്ളമില്ലാത്തതിൻ്റെ കാരണത്താൽ എൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം തീരെ വരുന്നില്ല. അവിടെ നിന്ന് ആളുകൾ വെള്ളം ഇങ്ങനെ തിരിച്ചു വിടുകയാണ് വേറെ വഴിയിലേക്ക്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ വെള്ളം എല്ലാ ആളുകൾ വളരെ വിഷമിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ് നന്നായിട്ട്. മോൾ ഭാഗത്തുള്ള കൃഷിക്കാർ നന്നായിട്ട് അടച്ചാളുക. അങ്ങോട്ട് വാഴ ഇതെല്ലാം കൂടി ഇതായിട്ട് നന്നായിട്ട് അടച്ചും കാട്ടും ഭാഗത്തേക്ക് ഇപ്പോൾ ഫെബ്രുവരിയിൽ വെള്ളം വരേണ്ടിടത്തിൽ മാർച്ച് ലാസ്റ്റായി. മാർച്ച് കഴിഞ്ഞിപ്പോൾ ഏപ്രിലേക്ക് കിടക്കുക. കംപ്ലീറ്റ് ഭാഗത്തൊക്കെ ഉണങ്ങി വരണ്ട് തീരെ വെള്ളമില്ല. കിണറിലും ഇതിലൊക്കെ മൊത്തത്തിൽ നന്നായിട്ട് വെള്ളം വറ്റി വരണ്ട് കണ്ട് നിൽക്കുക. മോൾ ഭാഗത്ത് തുറക്കുന്നുമില്ല. തുറന്നു കഴിഞ്ഞാൽ താഴത്തുള്ള വെള്ളം കുറച്ചായിട്ട് കിട്ടിയവരൊക്കെ അടക്കുകയും ചെയ്യുന്നുണ്ട്. പൈപ്പിട്ട് കാട്ട് എല്ലാവരും പൈപ്പിട്ട് നന്നായിട്ട് വലിച്ച് ഇതാക്കുക. അപ്പോൾ അടച്ച് കെട്ടിയിട്ടാണ് പൈപ്പിട്ട് കാട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പം താഴോട്ട് വെള്ളമില്ല. താഴ്ന്ന വയൽ പ്രദേശമായതിനാൽ കനാൽ വഴി ലഭ്യമാകുന്ന വെള്ളമാണ് ഇവിടങ്ങളിലെ ജലസ്രോതസ്സുകളിലെ ജലലഭ്യതയ്ക്ക് ഉറവിടമാകുന്നത്. എന്നാൽ കനാൽ ഉടങ്ങിയതോടെ കിണർ വെള്ളവും വറ്റി വരണ്ടു. അധികൃതരുടെ മുന്നിൽ പരാതി പ്രവാഹമാണെങ്കിലും ഉടനടി നടപടിയെടുക്കുന്ന ലക്ഷണമില്ലാത്തതാണ് ജനങ്ങളെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടിക്കുന്നതും. ടൈം ന്യൂസിനു വേണ്ടി ക്യാമറമാൻ നസറുൽ ഹക്കിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ. വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾക്കും ശബ്ദ മലിനീകരണത്തിനുമെതിരെ ശ്രീ കാർത്തിക ക്ഷേമ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കിഡ്സ് ആൻഡ് കോർണറിൽ നടന്ന പരിപാടി RTO രാജീവ് പുത്തലത്ത് ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾക്കും ശബ്ദമലിനീകരണത്തിനുമെതിരെയാണ് ശ്രീ കാർത്തിക ക്ഷേമ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറി പരിസരത്ത് നടന്ന കൂട്ടായ്മ RTO രാജീവ് പുത്തലത്ത് ഉദ്ഘാടനം ചെയ്തു. ആകെ തുച്ഛമായ പോലീസ് ഏകദേശം 60,000 പേരോളം അടങ്ങുന്ന പോലീസ് സംഘവും 1,000 പേരിൽ താഴെ മാത്രമുള്ള മോട്ടോർ വാഹന വകുപ്പും മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു അപകടരഹിതമായ ഒരു റോഡ് പൂർണ്ണമായും ഉണ്ടാക്കാൻ പറ്റില്ല. മുൻ സ്വാഗത പ്രസംഗൻ പറഞ്ഞ പോലെ നമ്മുടെ റോഡുകൾ ഒട്ടും മോശമൊന്നുമല്ല. ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റോഡ് സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. പക്ഷെ വർദ്ധിച്ചു വരുന്ന വാഹനങ്ങളാണ് അശ്രദ്ധയും ജനങ്ങളുടെ അശ്രദ്ധയും ഒക്കെയാണ് ഈ അപകടങ്ങൾക്ക് മുന്നിൽ നോക്കുന്നത്. ഞാൻ പറഞ്ഞ 4000 കണക്കുകളിൽ ഏകദേശം 2000 പേർ ഞങ്ങൾ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിരുന്നു. 4000 പേരിൽ 2000ഓളം പേർ 2 വീലർ അപകടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ഹെൽമറ്റ് പരിശോധന ശക്തമാക്കി നടപ്പാക്കിയത്. ട്രസ്റ്റ് പ്രസിഡന്റ് KP രവി അധ്യക്ഷത വഹിച്ചു. ലതീഷ് പന്നൂർ, ഡോക്ടർ K മൊയ്തു, തായാട്ട് ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിപാടിയിൽ പ്രതീകാത്മകമായി മുറിവേറ്റ ചോരവാർന്ന ശരീരവുമായി സതീഷ് ചേവായൂർ നിരാഹാരമനുഷ്ഠിച്ചു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും സെൻട്രൽ എക്സൈസ് ഡിവിഷനും സംയുക്തമായി കെട്ടിട നിർമ്മാണ മേഖലയിലെ സേവന നികുതി വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. മലബാർ ചേംബർ ഹാളിലായിരുന്നു പരിപാടി.
മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും സെൻട്രൽ എക്സൈസ് ഡിവിഷനും സംയുക്തമായാണ് കെട്ടിട നിർമ്മാണ മേഖലയിലെ സേവന നികുതി വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത്. മലബാർ ചേംബർ ഹാളിൽ നടന്ന ശില്പശാല വഗീഷ് കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. I am also pleased to see such a kind of participation from trade. I am thankful to Mr. Sabu and Malabar Chambers for helping us to organize this seminar. Last time we organized the seminar and the response was such a good. Today's interaction will go a long way in improving the tax compliance. Without taking much of the time, I hereby inaugurate this interactive session. I hope that this will be a great interactive session. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് അലോക് കുമാർ സാബു അധ്യക്ഷം വഹിച്ചു. സർവീസ് ടാക്സ് ഓൺ കൺസ്ട്രക്ഷൻ സർവീസ് വിഷയത്തിൽ CPM അബ്ദുൾ റഷീദ്, സർവീസ് ടാക്സ് ഓൺ വർക്ക് കൺസ്ട്രക്ട് സർവീസ് വിഷയത്തിൽ V നാരായണൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഒന്നാം ഓവർബ്രിഡ്ജ് ഉയർത്തുന്നതിനായി ഓവർബ്രിഡ്ജ് വഴി ഗതാഗതം നിരോധിച്ച സാഹചര്യത്തിൽ റെയിൽവേ കോളനി റോഡ് തുറന്ന് ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി 2ാം ഗേറ്റ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ട്രഷറർ MT അബ്ദുള്ളക്കോയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഒന്നാം ഓവർബ്രിഡ്ജ് ഉയർത്തുന്നതിന്റെ ഭാഗമായി ഓവർബ്രിഡ്ജ് വഴി ഗതാഗതം നിരോധിച്ച സാഹചര്യത്തിൽ വലിയങ്ങാടി മത്സ്യമാർക്കറ്റ് KP കേശവൻ റോഡ് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാൻ വ്യാപാരികളും പൊതുജനങ്ങളും പ്രയാസപ്പെടുകയാണെന്നും ഈ ഭാഗങ്ങളിലേക്ക് എത്താൻ റെയിൽവേ കോളനി റോഡ് തുറന്നുകൊടുത്ത് ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായി സമിതി 2ാം ഗേറ്റ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ട്രഷറർ MT അബ്ദുള്ളക്കോയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. വളരെ ചരിത്ര പ്രാധാന്യമായ ഒരു പശ്ചാത്തലം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ നമ്മൾ പറയണം എന്താന്ന് പറഞ്ഞാൽ, ഈ പുഴവക്ക് എന്ന് പറയുന്ന ഈ സ്ഥലം റെയിൽവേക്ക് വേണ്ടിയിട്ട് പണ്ട് ഏറ്റെടുത്ത് ഉണ്ടാക്കിയതാണ്. ഇന്നിപ്പോൾ ജനങ്ങളുടെ പ്രശ്നമാണ്, റെയിൽവേയുടേതാണോ PWD ആണോ കോർപ്പറേഷൻ ആണോ എന്നുള്ളതൊക്കെ വേറെ. ജനങ്ങളുടേതാണതെല്ലാം. റെയിൽവേ ലൈൻ ഒരു ഇഞ്ച് വിട്ടു കൊടുക്കൂല എന്നുള്ള വാശിയാണ് റെയിൽവേക്ക്. അത് പറ്റൂലല്ലോ. റെയിൽവേയുടെ സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വരികയാണെങ്കിൽ വിട്ടുകൊടുക്കണം. ജനങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അവർക്ക് വേണ്ടി വരൂലേ. വാർഡ് കൌൺസിലർ കൃഷ്ണൻ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി CK വിജയൻ, EV ഉസ്മാൻ കോയ, ആസാദ്, മുഹമ്മദ് കോയ, KM റഫീഖ്, വിൻസെന്റ്, ഷൈജു ചീക്കിലോട് തുടങ്ങിയ നിരവധി പേർ കൂട്ടായ്മയിൽ സംസാരിച്ചു. ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും ഒരുപോലെ കാണാൻ പറ്റിയ സിനിമയാണ് പറങ്കിമലയെന്ന് സംവിധായകൻ സൈനൻ പള്ളാശ്ശേരി പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും കാണാൻ പറ്റിയ സിനിമയാണ് പറങ്കിമലയെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ സൈനൻ പള്ളാശ്ശേരി പറഞ്ഞു. പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ സിനിമയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം, വീട് വെക്കൽ, പാല് കാച്ചെന്നൊക്കെ പറഞ്ഞ പോലെ സംവിധാനം എത്ര സഹസംവിധായകനോട് വർക്ക് ചെയ്താലും ഒരു നിർമ്മാതാവ് നമ്മളെ വിശ്വസിച്ച് പണം മുടക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഒത്തിരി കടമ്പകളുണ്ട് അതിന്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-12 പ്രാവശ്യം സിനിമ സംവിധാനം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്തതാണ്. എൻ്റെ ബ്രദറായിട്ട് ജയപ്രകാശ്ശേരിയുടെ കൂടെ സദാനന്ദൻ്റെ സമയം എന്നൊരു സിനിമ അത് എഴുതുമ്പോൾ അതിനുശേഷം ചെയ്യാനിരിക്കുകയായിരുന്നു വെരി ലാസ്റ്റിൽ. അങ്ങനെ സിനിമ തൊട്ട് മുമ്പ്, അതായത് എൻ്റെ പ്രൊഡ്യൂസറായ ശ്രീ വിജിൻസും ശ്രീ തോമസ് കൊക്കാട്ടും ചേർന്ന് പറങ്കിമലയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു സിനിമ ഉർവശി ചേച്ചി മെയിനായിട്ട് ലീഡിംഗ് റോളിൽ അഭിനയിക്കുന്ന സിനിമ ലണ്ടൻ പ്രൊഡ്യൂസറായിട്ട് ചേർന്നിട്ട് ഇത്തിരി ബിഗ് ബഡ്ജറ്റായിരുന്നു. മികച്ച റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. തിയേറ്ററുകളിൽ സ്ത്രീകൾ കൂടുതലായി എത്തണമെന്നും സംവിധായകൻ പറഞ്ഞു. സിനിമയുടെ നിർമ്മാതാവ് തോമസ് കോക്കാട്ട്, നടൻ ബിയോൺ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ ബർദൂർ, AV ഫർദീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി കളക്ഷൻ മേക്കപ്പ് ശില്പശാല വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രശസ്ത മേക്കപ്പ് കലാകാരൻ NG റോഷൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. സിറ്റി കളക്ഷൻസിന്റെ മേക്കപ്പ് ശില്പശാലയാണ് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നത്. കേരളത്തിലെ പ്രശസ്ത മേക്കപ്പ് കലാകാരൻ NG റോഷൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഒരു മേക്കപ്പിനകത്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അപാകത കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ യഥാർത്ഥത്തിൽ ഒരു ബ്യൂട്ടിഫൈ ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യുന്നത് ആ സംഭവം കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവണം ഇവരെ ഫേസിൽ നിന്നതാണ് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നല്ല മേക്കപ്പാവും, അല്ലെങ്കിൽ അവർ കാണാൻ നല്ല രസം ഉണ്ടാവും. കാണാൻ രസം ഉണ്ടാവുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ അതിന് 2-3 ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാഷൻ മേക്കപ്പ് ചെയ്യാം, നിങ്ങൾക്ക് സിനിമയിൽ മേക്കപ്പ് ചെയ്യാം, നിങ്ങൾക്ക് എന്താ പറയുക ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് പാർട്ടി വെയർ ചെയ്യാം, എന്തും ചെയ്യാം. കാരണം അതിന് നമുക്ക് ഒരു ബേസ് വേണം. കാരണം ഒരു കളർ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യാൻ ഒരാൾ തീരുമാനിക്കുന്ന സമയത്ത് എന്തിന്റെ മോളാണ്, എന്ത് കാര്യമാണ് നിങ്ങളെ കൊണ്ട് ആ തീരുമാനം എടുപ്പിക്കുന്നതെന്ന് പറയുന്നതാണ്
അതായത് നമ്മൾ ചിൻ കട്ടിങ്, നോസ് കട്ടിങ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ചിൻ കട്ടിങ്, നോസ് കട്ടിങ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ചെയ്യുന്നു, കൗണ്ടറിങ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ദൃശ്യം, മായാമോഹിനി, പഴശ്ശിരാജ തുടങ്ങി ഒട്ടനവധി ചിത്രങ്ങളിലെ അവാർഡ് ജേതാവാണ് NG റോഷൻ. ഒത്തിരി പുതുമകളിലേക്ക് കൊണ്ടുപോകുന്നതിന് സിറ്റി കളക്ഷൻസിൻ്റെ ഒരുപാട് സെമിനാറുകൾ കാരണമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ഇന്ത്യയിലെ പ്രശസ്ത ബ്യൂട്ടി ട്രെയിനേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ഈ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യൻസിന് ട്രെയിനിങ് നൽകിയിട്ടുമുണ്ട്. 800ഓളം പേരാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. കോയ റോഡിലെ വിദേശ മദ്യഷാപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മദ്യവിരുദ്ധ ബോധവൽക്കരണ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 28-ന് സമരസായാഹ്നം സംഘടിപ്പിക്കും. യോഗാചാര്യൻ P. ഉണ്ണിരാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പുതിയങ്ങാടി കോയ റോഡിലെ വിദേശ മദ്യഷാപ്പ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് മദ്യവിരുദ്ധ ബോധവൽക്കരണ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 28-ന് മദ്യഷാപ്പിന് മുന്നിൽ സമരസായാഹ്നം സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. താമരശ്ശേരിയിലെ കാരാടി ബാർ അടച്ചുപൂട്ടുന്നതിന് നേതൃത്വം നൽകിയ ഇഞ്ചച്ചേരി കുഞ്ഞികൃഷ്ണ മാഷ് അടക്കമുള്ള ഫാദർ വർഗീസ് മുഴുത്തേറ്റ് തുടങ്ങിയ പ്രഗത്ഭരുടെ നേതൃത്വത്തിലുള്ള സമരസഖാക്കളെ ആദരിക്കുന്ന ഒരു സ്വീകരണം കൊടുക്കുന്ന ചടങ്ങും നമ്മൾ അന്നേ ദിവസം ഏർപ്പാട് ചെയ്തു വച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു പെട്ടിക്കട ലൈസൻസ് ഇല്ലെങ്കിൽ അതിനെ കോർപ്പറേഷനും അല്ലെങ്കിൽ അതിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ട അധികാരികൾ എത്തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയാം. ഒരു മാസത്തോളം ഉണ്ടെങ്കിൽ പോലും അത് പൂട്ടിക്കാൻ വേണ്ടി എടുക്കുന്ന നടപടി ഒരു അംഗീകാരമുള്ള ലൈസൻസോ നിയമത്തെയോ ഭയപ്പെടാതെ തീർത്തും ധിക്കാരപരമായി ഒരു വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ നിലപാടിനെ സർക്കാരിൻ്റെ തന്നെ ബോഡിയായ ബീവറേജ് കോർപ്പറേഷനെതിരെയുള്ള ജനങ്ങളുടെ ഒന്നടങ്കമുള്ള പ്രതിഷേധമാണ് ഈ പറഞ്ഞ 28-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്നത്. യോഗാചാര്യൻ P. ഉണ്ണിരാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പുതിയങ്ങാടി അൽഹറമീൻ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീഡിയോ ആൽബം ഡ്രം ബീറ്റ്സ് പ്രകാശനം ഈ മാസം 29-ന് നടക്കും. ടാഗോർ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ സംഗീത സംവിധായകൻ TH മെർവിൻ പ്രകാശനം നിർവഹിക്കും. പുതിയങ്ങാടി അൽഹറമൈൻ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീഡിയോ ആൽബം ഡ്രം ബീറ്റ്സിന്റെ പ്രകാശനം ഈ മാസം 29-ന് നടക്കും. ടാഗോർ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ തേജ് മെർവിൻ പ്രകാശനം നിർവഹിക്കും. ഞങ്ങളുടെ ഒരു ഡ്രം ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CD പ്രകാശനം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ടാഗോർ സെന്റിനറി ഹാളിൽ 29-ാം തീയതി നടക്കുന്ന ഫംഗ്ഷനിലാണ് അതിൻ്റെ റിലീസിങ് നടക്കുന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ തേജ് മെർവീനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ബാപ്പു വെള്ളിപ്പറമ്പും ഉണ്ടായിരിക്കുന്നതാണ്. മാപ്പിള ഗാനരചയിതാവ് ബാപ്പു വെള്ളിപ്പറമ്പ് വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇനി എന്റെ വോട്ട്. വികസനം രാഘവൻ ഒരുപാട് വികസനം കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ വികസനത്തിന് തുടർച്ച ഉണ്ടാവണം. അപ്പോൾ MK രാഘവൻ തന്നെ വിജയിക്കണം. അപ്പോൾ ഈ LDFിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ഇവിടെയുള്ള ആളല്ല, പുറത്തുനിന്ന് വന്ന ആളാണ്. അപ്പോൾ MK രാഘവൻ ഒരുപാട് വികസനം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബ്രിഡ്ജ്, കോളേജിൽ ഒരുപാട് വികസനങ്ങൾ, അതുപോലെ BJPന്റെ ആരോപണം നമ്മൾ മുഖവിലേക്ക് എടുക്കണില്ല. CK പത്മനാഭനല്ലേ, അത് വോട്ട് വെക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. BJPന്റെ വാദം തന്നെ ഇവിടെ പ്രശസ്ത ഇല്ല, നമ്മൾ അംഗീകരിക്കുന്നില്ല. ഹാർബർ വികസനത്തിലെല്ലാ കാര്യങ്ങളും പുതിയ ഹാർബറിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പുതിയ ഹാർബർ MP-ന്റെ എല്ലാ കാര്യത്തിലും MP-ന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്.
പലവരും തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഇപ്പം അന്ന് പോയ CMP കുറഞ്ഞ വിഭാഗം LDFനോട് വന്നു. അപ്പോൾ LDF ആണ് നല്ലത്, അതിന് നിയന്ത്രിക്കുന്ന CPM ആണ് നല്ലൊരു ധാരണ അവർക്കുണ്ട്. ആ സമയത്ത് അത് എത്രത്തോളം അവരെ വോട്ടിന് നല്ല പ്രശ്നം ആളുകളിൽ അതൊരു ഇത് വരുന്നു, ഒരു മെജോറിറ്റി എപ്പോഴും CPMലേക്കാണല്ലോ വരുന്നത്. LDFിലേക്ക് പോയാൽ അല്ല ഗൗരിയമ്മേൻ്റെ ചെറിയൊരു വിഭാഗം പോയ കുഞ്ഞൻ നന്നായി തിരിച്ചു വരവ്, ഇതെല്ലാം വിലക്കയറ്റവും മറ്റുള്ള എല്ലാ ബുദ്ധിമുട്ടും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ രാഘവൻ ചെയ്തെന്ന് പറയും, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പഞ്ചദേശ ചാരിയത്തുള്ള കപ്പൽ ഏക്കാൻ കേരള ഗവൺമെൻറ് സ്ഥലം കൊടുത്തു, അന്നത്തെ LDF ഗവൺമെൻറ് സ്ഥലം കൊടുത്ത ആ സ്ഥലം 42 സെൻറ്റ് സ്ഥലം വാങ്ങി, 42 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഒഴിവാക്കി അവരവിടെ നിന്നതാണ്. അപ്പോൾ അതിപ്പോൾ തറക്കലും ഇല്ല, ഒന്നുമില്ല. അത് അതിൻ്റെ പോരായ്മ ഇയാൾക്കുണ്ട് ഇപ്പോഴത്തെ MP-ക്ക്. പിന്നെ ഞാൻ വികസന നായകനാണ് മറ്റാന്ന് പറഞ്ഞാലും ഒരു വികസനമില്ല. ബേപ്പൂർ പോർട്ടിൽ അയാൾ വോട്ട് ചോദിച്ചു വന്നപ്പം INTCക്കാർ കോൺഗ്രസ്സുകാരായ INTCക്കാർ നിങ്ങൾ 5 കൊല്ലം മുമ്പ് പോയതല്ലേ, നിങ്ങൾ എന്തിനാ വന്നു ചോദിച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മോഡി തരംഗാണ്. മോഡി അധികാരത്തിൽ വന്നാൽ വളരെയധികം മാറ്റങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കും. ഇന്ത്യയിൽ ഇന്ന് കള്ളപ്പണത്തിൻ്റെ ഒരു സംവിധാനമുള്ളത്. അതെങ്ങനെ വരുന്നു എന്ന് ആരും പരിശോധിക്കാറില്ല. കാരണം കള്ളപ്പണം ഉണ്ടാക്കാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്. കാരണം സെയിൽ ടാക്സ്, ഇൻകം ടാക്സ്, സൂപ്പർ ടാക്സ്, ഈ 3 ഇനത്തിൽ പണം ഈ സൂപ്പർ ടാക്സ് വരുമ്പോഴേക്കും 90 പൈസ സർക്കാരിനും 10 പൈസ ഈ ഉടമസ്ഥനും. അങ്ങനെ വരുമ്പോൾ കള്ളപ്പണം താനേ വരൂലേ, ഓട്ടോമാറ്റിക്കായിട്ട് പണം വരും, പിന്നെ കള്ളപ്പണം വരും. അന്നേരം അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ പ്രധാനമന്ത്രി എന്തെങ്കിലും ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലൊക്കെ ഇപ്പം ഞാനൊന്നും വെളിപ്പെടുത്താറില്ല, അത് വിട്ടുകളഞ്ഞു. രാഷ്ട്രീയം ഉണ്ട്, വോട്ടുണ്ട്, ആർക്കെങ്കിലും ഒരാൾക്ക് ചെയ്യും, അതാണ് അതിൻ്റെ ശരിയാണ്. പ്രവർത്തനം ഇപ്പം 1ാം ഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ട പ്രവർത്തനം കഴിഞ്ഞ് വീട്ടിലൊക്കെ കയറി നല്ല അഭിപ്രായമാണ്. പിന്നെ കാര്യമായിട്ട് വില വർധനവ് ഓരോരോ വീട്ടിൽ പോകുമ്പോൾ ഈ ഗ്യാസിൻ്റെയും പിന്നെ ഒരു 500 രൂപ മാറിക്കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. കാര്യമായിട്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിയിട്ട് തന്നെയാണ് എല്ലാവരും ഇത് കഷ്ടപ്പെടുന്നത്. പിന്നെ അതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് വികസനം ഫ്ലെക്സിൽ മാത്രമേ കാണുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഞങ്ങളിവിടെ ഈ ബേപ്പൂർ പിന്നെ മണ്ഡലം എടുത്ത് പരിശോധിക്കാൻ വെച്ചാൽ തന്നെ ഇവിടെ രാഘവൻ്റെ പേരിൽ ഒരു വികസന പ്രവർത്തനം ഇവിടെ വന്നിട്ടില്ല. കുറേ ഇടവഴിയിലും അവിടെയൊക്കെ ഫ്ലെക്സ് ബോർഡ് മാത്രം കണ്ടിട്ടുണ്ട്, അല്ലാതെ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ആവശ്യത്തിന് കൊണ്ടുവയ്ക്കുക എന്നല്ലാതെ അവിടെ ആ റോഡ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് കുറേ റോഡുകൾ ഇപ്പോൾ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ കൌൺസിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ബഹളം. BJPയുടെ വിജയം സാധ്യമാകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് മാർക്സിസ്റ്റ് അവിശുദ്ധ സഖ്യത്തിന് നീക്കം നടക്കുന്നുവെന്ന് BJP ദേശീയ സെക്രട്ടറി PK കൃഷ്ണദാസ്. സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് മസ്ദൂർ സംഘം BMSന്റെ നേതൃത്വത്തിൽ RTO ഓഫീസിന് മുന്നിലേക്ക് ധർണ നടത്തി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.